റിട്ടയർഡ് SP ആയ KM ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ നമസ്കാരം. അതായത് ഈ ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചു, ആ പദ്ധതി കൊണ്ടുവന്നു, അതിന് പിന്നാലെ തന്നെ വ്യാപകമായി പരിശോധനകൾ നടക്കുന്നു. ഇതൊക്കെ ഒരു ശുഭസൂചന നമുക്ക് നൽകുന്നുണ്ടോ? ഇതിലൂടെയൊക്കെ ഈ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയാനാകുമോ? ഇന്നിപ്പം വ്യാപകമായ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ലഹരി മരുന്നുകളുടെ, പ്രത്യേകിച്ചും രാസലഹരിയും അതുപോലെ തന്നെ സാധാരണ രീതിയിലുള്ള മയക്കുമരുന്നുകളും സമൂഹത്തിൽ വ്യാപകമായിരിക്കുക. സ്കൂൾ കുട്ടികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഇതിന്റെ സ്വാധീനം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് കടന്നുപോയ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള നിലയ്ക്ക്, അതായത് ഉറുദു ഭാഷയിലുള്ള കൊടുങ്കാറ്റ് എന്നർത്ഥം വരുന്ന ആ ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. സാധാരണ കാറ്റ് കൊണ്ടോ സാധാരണ പ്രവൃത്തി കൊണ്ടോ പോലീസിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ എക്സൈസിന്റെയോ പ്രവർത്തനം കൊണ്ട് നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൊടുങ്കാറ്റ് കൊണ്ട് മാത്രമേ ഇതിനെ പിഴുതെറിയാൻ പറ്റൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അതിന് നമ്മളത് വളരെ ആശ്വാസകരമായിട്ടുള്ള പ്രതീക്ഷ നമുക്ക് നൽകുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം, കുന്നംകുളത്ത് 40 കിലോ കഞ്ചാവുമായിട്ട് വന്ന കടത്തുകാരെ വണ്ടി തടഞ്ഞു നിർത്തുമ്പോൾ പോലീസ് വണ്ടിയിൽ ഇടിച്ച് അത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പോലീസിന്റെ ആത്മവീര്യം വളരെയധികം ഉയർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പം ഇരിട്ടിയിലെ MDMA കേസിലെ പ്രതിയായിട്ടുള്ള ആളെ ബാംഗ്ലൂർ പോയി കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നീക്കങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് നൽകുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ. അതായത് ജൂൺ 3-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓപ്പറേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതിക്ക് ഈ പറഞ്ഞ ദിവസങ്ങൾ 15 ദിവസത്തോളം ആയപ്പോഴത്തേക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം തന്നെ 137 പേരെ അറസ്റ്റ് ചെയ്തു, 104 കേസ് രജിസ്റ്റർ ചെയ്തു. അതിപ്പം ഒറ്റയാഴ്ച കൊണ്ട് 368 കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതേപോലെ തന്നെ ഇന്നിപ്പം ഏകദേശം 2500ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു, 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു, കിലോ കണക്കിന് കഞ്ചാവും അതുപോലെ തന്നെ MDMA ഉൾപ്പെടെയുള്ള രാസലഹരിയും പിടിച്ചെടുക്കാൻ സാധിച്ചു. ഇത് നല്ലൊരു സന്ദേശമാണ്. ഇപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ സെൻട്രൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. അതായത് കസ്റ്റംസ്, കോസ്റ്റൽ ഗാർഡ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, CSF, RPF ഇങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളുമായിട്ട് യോഗം ചേർന്ന് അവരുടെ സഹായം കൂടെ നമ്മൾ തേടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വളരെ വ്യാപകമായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അവരെന്ത് സഹായവും പിന്നെ കേരള പോലീസിന് നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചിലപ്പോഴെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും മയക്കുമരുന്നുകൾ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സീപോർട്ട്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന്, പിന്നെ അതുപോലെ തന്നെ NH-ന്റെ റോഡുകള്, അതേപോലെ തന്നെ തീരങ്ങൾ, ഇവയെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവിടെയെല്ലാം പരിശോധന നടത്തി ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ഇത്രമാത്രം മാരകമായ നിലയിൽ എത്തിയിരിക്കുന്ന ഈ മയക്കുമരുന്നിനെ നിയന്ത്രിച്ചു നിർത്തുവാനും നമ്മുടെ യുവ തലമുറയെ ഒരു സുരക്ഷിതമായിട്ട് അവസ്ഥയിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. പോലീസ് നായ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധനകളിൽ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇതിന്റെ ഈ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായിട്ട് വാരിയർ എന്നുള്ള നിലയിൽ നമ്മുടെ പ്രശസ്ത പ്രമുഖ നടൻ മോഹൻലാലിനെ നിയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ നീക്കം വളരെ ശക്തമായ രീതിയിലാണ്. ഇത് തുടർന്ന് പോകണം. കാരണം അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ്. ഇതിനു മുമ്പും ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് ആ രീതിയിലുള്ള, അതായത് അമിത പലിശക്കാരിലേക്ക് നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഇച്ഛാശക്തിയോട് പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പൊ നമ്മൾക്ക് പൊതുസമൂഹത്തിന് ഒരു വിശ്വാസവും ഒരു ധൈര്യവും നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഓപ്പറേഷൻ തൂഫാനിൽ കാണാൻ സാധിക്കുന്നത്. അത് ഇവിടെ ഒരു പരിധിവരെ പൂർണ്ണമായിട്ട് നിർത്തിയില്ലെങ്കിലും ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും, ആശ്വാസകരമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ സ്കൂളുകളിലും വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകൾ, ഈ സ്കൂളിന് സമീപത്തായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി നമുക്ക് ലഭിക്കുന്ന വ്യാപകമാകുന്നുണ്ട്. ഇതിനും കൂടെ ഒരു നീക്കുപോക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതിനായി എന്തൊക്കെയാണ് ചെയ്യാനാവുക ഈ സ്കൂൾ പരിസരങ്ങളിലേക്ക്? സ്കൂൾ പരിസരങ്ങളിൽ ഇത് വ്യാപകമായ നിലയിൽ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അത് നമ്മൾക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള
IADGP ആയിട്ട് ഇപ്പൊ ശ്രീ പി വിജയൻ IPS-നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ സ്കൂളുകളും അല്ലെങ്കിൽ SPC അല്ലെങ്കിൽ സ്കൂൾ പോലീസ് കേഡറ്റ്സിന്റെ ആ ചാർജിലും അതിന്റെ ഒരു ഇവിടെ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഈ സ്റ്റേറ്റിന്റെ മൊത്തം ചാർജിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ മയക്കുമരുന്നിനെ സംബന്ധിച്ചും സ്കൂളുകളിൽ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം, അല്ലെ ഇതിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ആന്റണി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.